ഇൻസ്റ്റാഗ്രാമിന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റിന് ശേഷം പുതിയ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ആദ്യത്തെ ഫീച്ചർ കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഫൈൽ പിക്ചറിന് മേലെ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ കാണാൻ പറ്റുമെന്ന് അറിയാം. പക്ഷെ നമുക്കിപ്പോൾ അത് സൂം ചെയ്ത് നോക്കാൻ പറ്റും. സൂം ചെയ്ത പൊസിഷനിൽ അത് നിൽക്കില്ല. നമ്മൾ 2 ഫിംഗർ യൂസ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കണം. ഇനി അടുത്ത് നമ്മൾ ഏതെങ്കിലും ഒരു പോസ്റ്റ് അല്ലെങ്കിൽ റീലിന്റെ മേലെ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഇതേപോലെ ഒരു തണ്ടറിന്റെ ഐക്കൺ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ളവരെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് അടിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. സോ ഇതേപോലെ നമ്മൾ കുറച്ച് അക്കൗണ്ട്സും ഗ്രൂപ്പൊക്കെ സെലക്ട് ചെയ്തിട്ട് ഷോർട്ട് കട്ട് അടിയാണെങ്കിൽ ഒറ്റ ഷെയറിൽ എല്ലാവർക്കും ഒന്നിച്ച് സെൻഡ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തായിട്ട് നമുക്ക് റീൽസ് ഒക്കെ ഫുൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്ന ഫീച്ചറാണ് കാണിക്കാൻ പോകുന്നത്. ഇവിടെ റൈറ്റ് സൈഡിൽ അടിയിൽ കാണുന്ന 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂ ഫുൾ സ്ക്രീൻ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഫുൾ സ്ക്രീനിൽ നമുക്ക് റീൽ കാണാം. നമ്മൾ റീലിന്റെ മേലെ സൂമിൻ ചെയ്ത് വിടുകയാണെങ്കിൽ ഇതേപോലെ ഫുൾ സ്ക്രീൻ ആക്കാൻ പറ്റും. ഇനി ഇത് പഴയ പോലെ ആക്കണമെങ്കിൽ റൈറ്റ് സൈഡിൽ അടിയിൽ കാണുന്ന ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഇതുപോലെ തന്നെ നമ്മൾ റീൽ അല്ലെങ്കിൽ പോസ്റ്റിന് മേലെ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നമുക്ക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലുള്ള ഗ്രൂപ്പ്സ് മാത്രമായിട്ട് നമുക്ക് ഇതേപോലെ കാണിച്ചു തരും. സോ നമുക്ക് പെട്ടെന്ന് ഒരു ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാം. ഇനി ഇതേപോലെ തന്നെ നമ്മൾ പോസ്റ്റ് അല്ലെങ്കിൽ റീലിന്റെ മേലെ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അടിയിൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് വാട്സ്ആപ്പ് സ്റ്റാറ്റസിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ലിങ്ക് കോപ്പി ചെയ്ത് ഷെയർ ചെയ്യണ പോലെയല്ല, ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ഷെയർ ചെയ്യണം അതേപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പം ഞാനിവിടെ സ്റ്റാറ്റസ് സെൻഡ് ചെയ്യാൻ പോവാണ്. ഇനി നമ്മൾ വാട്സാപ്പിന്റെ ഉള്ളിൽ സ്റ്റാറ്റസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതേപോലെയാണ് കാണാൻ പറ്റുക. നമ്മൾ ഈ റീലിന്റെ മേലെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ വ്യൂ ഓൺ ഇൻസ്റ്റാഗ്രാമിൽ കാണാൻ പറ്റും. ഇല്ലെങ്കിൽ ഏറ്റവും മുകളിൽ കാണുന്ന വ്യൂ ഓൺ ഇൻസ്റ്റാഗ്രാമിന്റെ മേലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റീൽ ഇൻസ്റ്റാഗ്രാമിൽ ഓപ്പൺ ആയി വരും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ ഫോളോ ചെയ്യുക.